നമ്മൾ ഇന്ന് പോകുന്നത് ആതിരപ്പള്ളി വാട്ടർഫാളിലേക്കും വാഴച്ചാൽ ഫോൾസ് ട്രക്കിങ്ങിനും അതുപോലെ ഈ റൂട്ടിലെ മറ്റു കാഴ്ചകളിലേക്കുമാണ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു യാത്രയിലേക്ക് സ്വാഗതം. നാഷണൽ ഹൈവേയിൽ നിന്നും ആതിരപ്പള്ളി വാൾപ്പാറ റോഡിലേക്ക് കയറി നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. നമ്മുടെ ഇടതുഭാഗത്ത് കാണുന്നതാണ് കാറ്റിൽ ബ്രീഡിംഗ് ഫാം. അത് കഴിഞ്ഞ് പ്ലാന്റേഷൻ കോർപ്പറേഷന് കീഴിലുള്ള പാം ട്രീ എസ്റ്റേറ്റിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ചാലക്കുടി ആതിരപ്പള്ളി റൂട്ടിൽ KSRTCയും അതുപോലെ പ്രൈവറ്റ് ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. അതുപോലെ ചാലക്കുടി മലക്കപ്പാറ റൂട്ടിൽ KSRTCയും ചാലക്കുടി വാൾപ്പാറ റൂട്ടിൽ ഒരു പ്രൈവറ്റ് ബസ്സും സർവീസ് നടത്തുന്നുണ്ട്. നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 8 മണിക്കാണ്. അതുകൊണ്ട് മറ്റെവിടെയും കയറി സമയം കളയാതെ നമ്മൾ നേരെ വാഴച്ചാലിലേക്കാണ് പോകുന്നത്. വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും എൻട്രി പാസ് എടുത്ത ശേഷം നേരെ പുകലപ്പാറയിലുള്ള റേഞ്ച് ഓഫീസിലേക്ക് എത്തുക. അവിടെ നിന്നാണ് ട്രക്കിങ്ങിനുള്ള ഫോർമാലിറ്റീസ് എല്ലാം ക്ലിയർ ആക്കേണ്ടത്. നമ്മൾ പുകലപ്പാറ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇടതുവശത്ത് കാണുന്നതാണ് റേഞ്ച് ഓഫീസ്. ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും പെരിങ്ങൽകുത്ത് ഡാം സൈറ്റിൽ നിന്നാണ്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള വാഹനമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നിന്നും ഡെയിലി ഓരോ ബാച്ചിലും 8 പേരടങ്ങുന്ന 3 ബാച്ച് ട്രക്കിങ്ങാണ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. അത് ഫസ്റ്റ് ബാച്ച് 8 മണിക്കും, രണ്ടാമത്തത് 8:15, മൂന്നാമത്തത് 8:30ക്കുമാണ്. ഈ ട്രക്കിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. അതിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നടത്തം തുടങ്ങി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. ഈ ട്രക്കിങ്ങിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ദൂരം 12 കിലോമീറ്ററാണ്. ഫോറസ്റ്റ് ഔട്ട് പോസ്റ്റിലേക്ക് പോകുന്ന ഓഫീസർമാരുടെ ജീപ്പാണ് ഇപ്പോൾ നമ്മൾ പാസ് ചെയ്തു പോയത്. ആ ജീപ്പ് പോയി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നമ്മളെത്തിയത് ഇരുമ്പുപാലം എന്ന സ്ഥലത്താണ്. ഇവിടെ ഇപ്പോൾ ഇരുമ്പുപാലമൊന്നുമില്ല, അതിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കോൺക്രീറ്റ് പാലമാണുള്ളത്. ഈ ഇരുമ്പുപാലം ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണെന്നാണ് ഇവർ പറഞ്ഞത്. നമ്മൾ ഇത്ര നേരം നടന്ന വഴിയിൽ നിന്നും ഇനി ഒരു കുന്ന് കയറി ഇറങ്ങിയിട്ടാണ് നമുക്കിനി പോകാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മുടെ ഗൈഡായ സുനീഷ് ഇവിടെ പറയുന്നത്. ഇത് നമ്മൾ തേക്ക് പ്ലാന്റേഷനാണ്. അതിൻ്റെ നിങ്ങൾ അവിടെ കണ്ടായിരുന്നു, ബോർഡർ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി ഇതിലൂടെ കയറി നമ്മൾ ബീർ ഡാമിൻ്റെ അടിക്കും, പിന്നെ ആദ്യകൊട്ടാര സ്ഥലത്തേക്ക് ഇതിലാണ് ഇനി പോകണം. ഇവിടെ വെച്ചിട്ട് നമ്മൾ വഴിയിൽ നിന്ന് കയറണം ഇങ്ങോട്ട്. ഇവിടെ നിന്ന് അന്ന് യാത്ര ആരംഭിക്കണം. ഇവിടെ നിറച്ചട്ടൊക്കെ ഉണ്ടാവും. എല്ലാവരും പറക്കി പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് ഇതുപോലെ ചെറിയ അരുവികളൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ഒരു പുഴയുടെ സൈഡിലാണ് എത്തിയിട്ടുള്ളത്. ഈ പുഴയിലൊരു ചെക്ക് ഡാം കണ്ടില്ലേ? ഇത് 2015 പ്രളയത്തിൻ്റെ സമയത്താണ് പൂർണ്ണമായിട്ടും നശിച്ചു പോയതെന്നാണ് ഇവർ പറഞ്ഞത്. ഇവിടെ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുന്ന നേരത്താണ് നമ്മുടെ ഗൈഡായ വിജിച്ചേട്ടൻ എല്ലാവർക്കും ഓരോ ഇലയുടെയൊക്കെ കൊണ്ട് തന്നത്. അങ്ങനെ റെസ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ മുന്നോട്ട് നടന്നു. ഒരുപാട് ആനയും പുലിയൊക്കെ ഉള്ള കാടാണത്. അതുകൊണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അവറ്റിലൊക്കെ കാണാം. പ്രളയത്തിൽ ഒലിച്ചു വന്ന മരത്തടികളാണ് ആ പുഴയിൽ കിടക്കുന്നത്. അങ്ങനെ കുറേ ദൂരം മുന്നോട്ട് നടന്നപ്പോൾ നമ്മളൊരു ഫോറസ്റ്റ് ഔട്ട് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ലഞ്ചൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ചെന്നുടനെ തന്നെ നമുക്കൊരു ചായയൊക്കെ തന്നു. അത് കുടിച്ചിരുന്ന് ക്ഷീണമൊക്കെ മാറ്റിയ ശേഷം അവിടുത്തെ കാഴ്ചകളിലേക്ക് ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ലഞ്ചും റെഡിയായി. അത് കഴിച്ച ശേഷം നമ്മൾ നടത്തം തുടങ്ങും.
ഈ നേരെ കാണുന്നത് പറമ്പിക്കുളത്തേക്കുള്ള വഴിയാണെന്നാണ് ഇവർ പറഞ്ഞത്. ഏതായാലും നമുക്ക് ഇടതുഭാഗത്തേക്കാണ് പോകാനുള്ളത്. ഇനി അങ്ങോട്ട് കുറച്ച് ദൂരം നല്ല കുത്തനെയുള്ള കയറ്റമാണ്. നമ്മുടെ ട്രക്കിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് തിരിച്ചു പോകാനുള്ള വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് ഫോറസ്റ്റ് ഓഫീസിലെത്തിയ ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് വാഴച്ചാൽ വാട്ടർഫാളിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. നമ്മൾ വാഴച്ചാലിൽ നിന്ന് തിരിക്കുകയാണ്. ഇനി നമുക്ക് പോകുന്ന വഴിക്ക് കാണാനുള്ളത് ചാർപ്പ വാട്ടർഫാളാണ്. സമയം വൈകിയത് കാരണം ഇന്നിവിടെ സ്റ്റേ ചെയ്ത് ബാക്കി കാഴ്ചകളിലേക്ക് നാളെ പോവാം. അങ്ങനെ നമ്മൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ തുമ്പൂർമൊഴി എത്തിയിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളിലേക്ക്. ഈ തൂക്കുപാലത്തിൻ്റെ ഒരു സൈഡ് തൃശ്ശൂരും മറു സൈഡ് എറണാകുളവുമാണ്. വലുപ്പത്തിൽ കേരളത്തിൽ 5ാം സ്ഥാനത്തുള്ള ഈ ചാലക്കുടിപ്പുഴ ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും പറമ്പിക്കുളം നെല്ലിയാമ്പതി മേഖലയിൽ നിന്നുമാണ്. തുമ്പൂർമൊഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മളിനി പോകുന്നത് ആതിരപ്പള്ളിയിലേക്കാണ്. ആതിരപ്പള്ളി വാട്ടർഫാളിൻ്റെ എൻട്രൻസ് ആണിത്. ഇതിൻ്റെ ഇടതുഭാഗത്തുള്ള കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്ത് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ നടന്ന് ആതിരപ്പള്ളിയിലെ ഫേമസ് ആയ വാച്ചർ ഹട്ടിൻ്റെ മുമ്പിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്നും വാട്ടർഫാളിൻ്റെ വ്യൂ കണ്ട ശേഷം താഴത്തെ വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കി നടത്താൻ തുടർന്നു. വെള്ളം നല്ല സ്ട്രോങ് ആയി ചാടുന്നതുകൊണ്ട് തന്നെ താഴെ നിന്നാൽ നനയാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ റെയിൻ കോട്ട് കൂടി എടുക്കുന്നത് വളരെ നല്ലതാണ്.